ഇന്ന് നമ്മൾ പാവയ്ക്കാണ്ട് നല്ല അടിപൊളി ചാറ് കറി ഉണ്ടാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തി ചോറ് രണ്ടിൻ്റെ കൂടെ നല്ലതാണ്. പിന്നെ തീരെ കയ്പ്പ് ഇല്ലാതെ വരും. അപ്പം പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ആദ്യം നമ്മളിങ്ങനെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതേപോലെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ പീലർ വെച്ച് നമ്മൾ ഈ സ്കിൻ പീൽ ഔട്ട് ചെയ്യണം. ഇതിൻ്റെ മേലത്തെ സ്കിൻ നമ്മൾ ഈ ക്യാരറ്റൊക്കെ ക്ലീൻ ചെയ്യില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്ന് പീൽ ഔട്ട് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കണം. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം കേട്ടോ, കളയണ്ട. ഇത് ഇച്ചിരി ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം കളഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി വെച്ചേക്കും. ഇത് നല്ല ടേസ്റ്റ്, നമ്മൾ കറിക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയി വരും. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്ന് മാറ്റി വെച്ചേക്കാം. ഇത് പിന്നെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പാവയ്ക്ക ഒരു 4 ഭാഗമായിട്ട് കണ്ടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്ലിറ്റ് ഇട്ട് രണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഈ കുരുകളില്ലേ, ഇത് നമ്മൾക്ക് വേണ്ട, അത് എടുത്ത് കളഞ്ഞേക്കാം. ഇങ്ങനെ നമുക്ക് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോകാം. ആ ഫില്ലിംഗ് ഇതിൽ ഫിൽ ചെയ്യാൻ വേണ്ടി ഈസി ആവും. അപ്പോൾ ഈ കുരുകളൊക്കെ എല്ലാം മാറ്റി വെച്ചേക്കാം. ഇനി ഈ പാവയ്ക്കയ്ക്ക് വേണ്ടി സ്റ്റഫിംഗ് വേണ്ടി നമ്മൾ മസാല റെഡിയാക്കാം. അതിന് ഞാനൊരു 1/2 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. പീനട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് പീനട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തേങ്ങ യൂസ് ചെയ്യാം. കുറച്ചൊരു 1/2 കപ്പ് തേങ്ങ എടുത്താൽ മതി. അത് കഴിഞ്ഞ് ഈ പീനട്ട് നല്ലപോലെ ഫ്രൈ ആയി റോസ്റ്റ് ആയി കഴിഞ്ഞ് അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് നമ്മളൊരു മിക്സർ ജാറിലെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ഫൈൻ പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് നമ്മൾ വെള്ളമൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി സ്മൂത്ത് ആക്കാൻ വേണ്ടി 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നല്ലപോലെ ഒരു ഫൈൻ പേസ്റ്റ് പോലെ റെഡിയാക്കാം. ഇച്ചിരി സോഫ്റ്റ് ആണെങ്കിൽ ഫിൽ ചെയ്യാൻ ഈസി ആവും. അതുകൊണ്ടാണ് ഒരു ചെറുതായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഇട്ടുള്ളൂ. ഇത് നമുക്ക് മാറ്റി സൈഡിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ഈ മസാല എല്ലാം നമ്മുടെ പാവയ്ക്കയിൽ ഫിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എല്ലാ പാവയ്ക്കയിലെ സെൻറ്ററിൽ നമുക്ക് ഫിൽ ചെയ്ത് വെച്ചേക്കാം. ഇതിപ്പോൾ എല്ലാം ഓരോന്ന് ഫില്ലായി റെഡി ആയിട്ടുണ്ട്. ഇനി മിച്ചമുള്ള 1 സ്പൂണ് മസാല ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെച്ചേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. പാനിൽ ഇപ്പോൾ നമ്മൾ 1 ടേബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം മസാല ഉള്ള സൈഡാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കൂടുതലല്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഇച്ചിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലിപ്പ് ചെയ്യണം. കാരണം മസാല കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ്ലി അത് ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ നല്ലപോലെ വേവിക്കണം. കാരണം പാവയ്ക്ക നല്ലപോലെ വെന്ത് വരണമല്ലോ. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആവാൻ ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്യണം. സൈഡ് നമ്മളിങ്ങനെ കാണിച്ച് കൊടുത്തിട്ട് സൈഡ് കൂടെ അതിൻ്റെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇച്ചിരി ഇത് ടിൽറ്റ് ചെയ്ത് വെച്ചാൽ അതെല്ലാം സൈഡിൽ നിന്ന് നല്ലപോലെ ഫ്രൈ ആയിക്കോളും. പാവയ്ക്ക ഇനി ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക നമുക്ക് ഓരോന്നേ എടുത്ത് സൈഡിൽ മാറ്റി വെച്ചാൽ ഇതേ പാനിൽ നമുക്ക് അടുത്ത ഗ്രേവി റെഡിയാക്കാം. നമുക്ക് പാവയ്ക്ക നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി ഈ ബേൺ മസാല ഇല്ല, അത് മാറ്റി കൊടുക്കുക. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് പിന്നെ 1/2 സ്പൂൺ നമ്മൾ ജീരകം ഇട്ട്, അത് കഴിഞ്ഞ് ഞാനൊരു 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചതച്ചെടുത്താണ്. നമുക്ക് ഒരു മിക്സിയിൽ ഒരു ജസ്റ്റ് ഒന്ന് മിക്സർ അടിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇച്ചിരി ഇതിൻ്റെ ഗ്രേവി നല്ല കട്ടി ഗ്രേവിയായി മാറും. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളറാണോ. സവോള നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് പാവയ്ക്കേണ്ട സ്കിന്നില്ലേ, ആ സ്കിൻ ഇതിലോട്ട് ഇട്ടത് ഇത് കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇത് വേകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചേക്കാം. മൂടി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കുമെങ്കിൽ ആ പാവയ്ക്കേണ്ട കളർ മാറി നല്ലപോലെ വെന്ത് വരും. നോക്കും, ഇപ്പോൾ കണ്ടാൽ അറിയാം. ഇപ്പോൾ കളറെല്ലാം മാറിയിട്ടുണ്ട്. പാവയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നത് അതാണ് കടലമാവ്. കടല പൗഡർ ഇട്ട് നമ്മൾ ബേസൻ എന്ന് പറയും. അതൊരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിട്ടാൽ നമ്മുടെ ഗ്രേവി നല്ല റിച്ച് ഒരു സ്മൂത്ത് ഗ്രേവി ആയി കിട്ടും. അത് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് മസാല ഇടാം. അതിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നല്ലപോലെ മസാലയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. മസാല നല്ല ഒരു ഫ്രേഗ്രൻസ് വരാൻ തുടങ്ങും, നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ആദ്യം പീനട്ട് പൗഡർ മാറ്റി വെച്ചില്ലായിരുന്നു 1 സ്പൂൺ. അതിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് കലക്കി ആ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കുക. ഇപ്പോൾ ഇതിന് നമുക്ക് ചാറെന്ന് പറഞ്ഞാൽ ഒത്തിരി ചാറൊന്നും ഇല്ല, ഒരു ഇച്ചിരി സെമി ഗ്രേവിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ജസ്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് മിക്സ് ആക്കുക. പിന്നെ അതൊരു ബോയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ബോയിൽ ആവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ആ പാവയ്ക്ക ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക. ഇനി അപ്പോൾ
നമുക്ക് ഒരു 2 മിനിറ്റ് മൂടിയിട്ട് ഇത് ഈ ഗ്രേവിൻ്റെ ഉള്ളിൽ ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ആ പാവയ്ക്കേൻ്റെ എണ്ണയും ആ ഗ്രേവിയൊക്കെ നല്ലപോലെ ആയപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളി കറിയായി മാറും. നോക്കൂ എത്ര നല്ല ടേസ്റ്റി ടെംപ്റ്റിങ്, ഒത്തിരി നല്ലതാണ്. ഒട്ടും ഇതിൽ കയ്പ്പ് കാണില്ല. റൊട്ടീൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഐ എം ഷുവർ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.